നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് തേർഡ് സം MSc ഫിസിക്സിലെ ഇലക്റ്റീവ് പേപ്പറാണ്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഒരു എൻജിനീയറിംഗ് പേപ്പറാണ്, ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പേപ്പറാണ്. നമ്മൾ പഠിക്കുന്ന പല പേപ്പറുകളും തിയററ്റിക്കൽ ലെവലിലാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ പേപ്പറിൽ നമ്മൾ കുറേ കൂടി പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കാണുകയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലെ കണ്ടന്റിനെ കുറിച്ച് ഏകദേശമായി ഒരു ധാരണയുണ്ടാവും. വി ആർ ഡീലിംഗ് വിത്ത് സം സിഗ്നൽസ് വിച്ച് ഇസ് എ വെരി പോപ്പുലർ ടേം ഫോർ ഫിസിക്സ് സ്റ്റുഡൻസ്. വി ഡീൽ വിത്ത് obviously സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് ഓഫ് കോഴ്സ് വി ഡീൽ വിത്ത് certain processes. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏരിയയാണ്, ഒരു എൻജിനീയറിംഗ് ഏരിയയാണ്. നമുക്ക് സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസിന് നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് വഴി ക്രിയേറ്റ് ചെയ്തതാണ്. ഉദാഹരണത്തിന് ഇവിടെ രണ്ട് തരം സിഗ്നലുകളാണ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന സൗണ്ട് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. രണ്ട്, എൻ്റെ ബോഡിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് വേവ്സിനെയും പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ, റൈറ്റ്? ഇത് പ്ലേ ബാക്ക് ചെയ്യുമ്പോഴും ആക്ച്വലി പ്രോസസ്സിംഗ് ഈസ് ഗോയിങ് ഓൺ. ഏതോ ഒരു ഫോമിലുള്ള സീറോസ് ആൻഡ് വൺസ് മാത്രമുള്ള ഒരു ഡാറ്റയിനെ നിങ്ങളുടെ മൊബൈൽ അഥവാ കമ്പ്യൂട്ടർ, ഒരു ഡിജിറ്റൽ ഡിവൈസ്, അത് ഒരു വീഡിയോ ആയി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കാം. In medical field, you can see lot of signal processing. ECG, EEG, ultrasound scan മുതലായുള്ള ഒരുവിധം സ്കാനിങ് ടെക്നോളജികൾ, സ്കാനിങ് എല്ലാം ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് സൈഡാണ്. ഓൾറൈറ്റ്. ഇനി നമ്മൾ വെതർ പ്രഡിക്ഷന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യുന്നു. വിൻഡ് സ്പീഡ്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ എക്സെട്ര ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഗ്ലോബ് കളക്ട് ചെയ്യണം. ഇതിനെല്ലാം നമ്മൾ സാറ്റലൈറ്റ് വഴി കളക്ട് ചെയ്യുന്നു. ഈ സാറ്റലൈറ്റ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് വെതർ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. അങ്ങനെ സിഗ്നൽ പ്രോസസ്സിങ്ങിന് നമുക്ക് നിരവധി ആപ്ലിക്കേഷനുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം നിരവധി ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മേഖലയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒബ്വിയസ്ലി സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയയാണ്, വാസ്റ്റ് ആൻഡ് വൈഡ് ഏരിയയാണ്. ഒരുപാട് ഡെപ്തിലേക്ക് ഈ ഏരിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ദർ ആർ സോ മെനി തിങ്സ് ടു എക്സ്പ്ലോർ. അപ്പോൾ വളരെയധികം റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് engineering tool or scientific tool of today. Alright. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദിസ് ഈസ് ബേസിക്കലി the purpose of this paper is to introduce the area of signal processing. അപ്പോൾ എല്ലാവർക്കും ഒരു രസകരമായ ഒരു പഠനാനുഭവമായിരിക്കും സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് വിശ്വസിക്കുന്നു. വിഷ് യു എ വെരി ഹാപ്പിയസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. വെൽക്കം ഓൾ വൺസ് അഗെയിൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ഒന്നാമത്തെ ടോപ്പിക്ക് ഇതാണ് സിഗ്നൽസ്, സിസ്റ്റംസ് ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ്. വി ഇൻട്രൊഡ്യൂസ് the basic idea of signals
systems as well as signal processing. Okay, let's begin. എന്താണ് സിഗ്നൽസ് എന്ന് നോക്കാം. സിഗ്നലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ് സിഗ്നൽ. നമ്മൾ മൊബൈലിൽ സിഗ്നൽ ഇല്ല എന്ന് പറയാറുണ്ട്. പിന്നെ ട്രാഫിക് ജംഗ്ഷനിൽ സിഗ്നൽ ഈസ് റെഡ്, സോ യു കാൺ മൂവ്, ദ ഗ്രീൻ ലൈറ്റ് ആയി നമുക്ക് പോവാം. ഇങ്ങനെയെല്ലാം നമ്മൾ സിഗ്നൽസ് ഉപയോഗിക്കാറുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ സിഗ്നൽസ് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് define ചെയ്യാം. Technically speaking, physical quantity, any physical quantity that varies with time, space or any other independent variable or variables, ഇതിനാണ് നമ്മൾ സിഗ്നൽസ് എന്ന് വിളിക്കുന്നത്. Any physical quantity, variation of any physical quantity. You can very easily understand this idea by considering a simple example of sound. Sound നിങ്ങൾക്ക് അറിയാം, when reaches your ear, the pressure above the eardrum varies. അല്ലേ, ഒരാൾ ശബ്ദം കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രഷർ വേരിയേഷനെയാണ് നമ്മളവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസസ് ബേസിക്കലി പ്രഷർ വേരിയേഷൻസ് ആൻഡ് ദിസ് പ്രഷർ വേരിയേഷൻസ് ആർ ഡിറ്റക്റ്റഡ് ബൈ അവർ ഇയർ, സിംപ്ലി സ്പീക്കിംഗ്. അപ്പോൾ ഇവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വേരി ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രഷർ. ഓക്കെ, അപ്പോൾ എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ദാറ്റ് വേരീസ് വിത്ത് ടൈം. ഇനി വീഡിയോയുടെ കാര്യത്തിലെടുത്താൽ വി ആർ ആക്ച്വലി റെക്കോർഡിംഗ് ദ വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റീസ് ഓഫ് 3 different colors, namely red, green and blue, RGB. സോ RGB എന്ന് പറയുന്ന 3 റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷൻസ് ആണ് നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഒരു ഇമേജിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ പോയിന്റിലെയും ഇമേജ് നമുക്കറിയാം ഒരു 2 dimensional ക്വാണ്ടിറ്റിയാണ്. സോ ഇഫ് യു റെപ്രസെൻറ്റ് ദ ഇമേജ് പ്ലെയിൻ വിത്ത് ആൻ എക്സ് ആൻഡ് വൈ ആക്സിസ്, വി ഹാവ് ടു റെക്കോർഡ് ദ ഇൻറ്റൻസിറ്റീസ് ഓഫ് റെഡ്, ഗ്രീൻ, blue at every xy points. ഫൈൻ. അപ്പോൾ ഇതാണ് മറ്റൊരു എക്സാമ്പിൾ. അവിടെ വേരി ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻറ്റൻസിറ്റി ഓഫ് 3 different colors. ഓക്കെ, ആൻഡ് ദാറ്റ് വേരീസ് വിത്ത് ടൈം ആസ് വെൽ ആസ് സ്പേസ്. അല്ലേ, ടൈം അനുസരിച്ച് മാറുന്നുണ്ട് വീഡിയോ ആണെങ്കിൽ, കാരണം ഓരോ സമയത്തെയും കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റീസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഇമേജ് ആണെങ്കിൽ ദാറ്റ് വേരീസ് ഓൺലി വിത്ത് സ്പേസ്. സോ ദീസ് ആർ 2 ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി that can be intensity of light, that can be pressure, that can be even temperature variations, that can be voltage variation, that can be a variation in electric field or any other physical quantity. So any physical quantity that varies with time, space or any other independent variable or variables, so that is called a signal. And mathematically we describe a signal as a function of one or more independent variables. Okay, mathematically we can represent this as a function of one or more variables. Correct. A very simple example is the voltage across an AC generator, which can be written as V of t is equal to E0 sin omega t. Another example is the variation of electric field intensity, E is equal to E0 sin omega kx minus omega t. Okay, or any other functions that represent the variation. So mathematically we represent a signal as a function of one or more independent variable. So that is the idea. Some examples are speech. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പീച്ച് എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. പ്രഷർ വേരിയേഷൻസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. Then electrocardiogram, ECG, the electrical variations, different electrical signals ഉണ്ട്. ഈ സിഗ്നലുകളുടെ വോൾട്ടേജ് വേരിയേഷൻസ് ആണ് നമ്മൾ ECGയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Then electroencephalogram, brain activities. All these are information bearing signals and they evolve as a function of single independent variable, namely time. For example, how the pressure varies with time, right? In electrocardiogram, how voltage varies with time. All right. So these are some examples of single independent variable. Another is, we have already explained image signal. So that is image എടുത്തു കഴിഞ്ഞാൽ the 2 space coordinates ഉണ്ടാവും അല്ലേ. At every xy point what is the intensity of all colors.
So that's the idea. So spatial coordinates are depending. If it is a video, one more independent variable will come, that is time. All right. Now we'll discuss system. System എന്ന് പറഞ്ഞാൽ ഫിസിക്സുകാർക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ ഈ സിസ്റ്റം as far as signal processing is concerned can be either a source or a processor. Alright, system എന്ന് പറയുന്നത് ഒരു സോഴ്സ് ആവാം, ഒരു പ്രൊസസർ ആവാം. So let us first look into the idea of source. നമുക്കറിയാം ഏതൊരു സിഗ്നലും ഉണ്ടാക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. So associated with natural signals there are means by which the signals are generated. ഉദാഹരണത്തിന് സ്പീച്ച് എടുത്താൽ they are generated by the vocal cords and vocal tract. അല്ലേ, വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സ്പീച്ച് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം. Now how images are obtained, and they are exposed to they are obtained by exposing a photographic film to a scene or an object. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ്, അപ്പോൾ ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. അപ്പോൾ സ്പീച്ചിന് നമുക്ക് ഒരു സോഴ്സ് ഉണ്ട്, അതുപോലെ ഇമേജിന് there is a source. അപ്പോൾ signals are usually generated with some systems, correct, that responds to a stimulus or force. അപ്പോൾ സിഗ്നൽ ജനറേഷൻ എപ്പോഴും ഉണ്ടാവുന്നത് ഒരു സിസ്റ്റമാണ്, സിസ്റ്റവുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സിഗ്നൽസ് ഉണ്ടാക്കുന്ന സിസ്റ്റംസ് ഉണ്ടല്ലോ, ആ സിസ്റ്റംസ് ആണ് സോഴ്സസ് എന്ന് വിളിക്കുന്നത്, സിഗ്നൽ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പീച്ചിൽ വോക്കൽ ട്രാക്ട് ആൻഡ് വോക്കൽ കോഡ് എന്നുള്ള രണ്ടാളുകളാണ് ഈ സോഴ്സ്. ഇനി സ്പീച്ചിന് പകരം നമ്മൾ ECG ആണ് എങ്കിൽ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഓൾറൈറ്റ്, സം സോഴ്സസ് വിൽ ബി ദർ. ഓൾറൈറ്റ്, അപ്പോൾ സോഴ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സിസ്റ്റം. ഓക്കെ, വി വിൽ കൺസോളിഡേറ്റ് ദ ഐഡിയ ഓഫ് സിസ്റ്റം ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് വാട്ട് എ പ്രൊസസർ ഈസ്. ഓൾറൈറ്റ്, അപ്പോൾ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ, സോഴ്സിനെ നമ്മൾ സിസ്റ്റമായിട്ട് വിളിക്കും. ടു കൺക്ലൂഡ്, അപ്പോൾ ഏത് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന സോഴ്സിനെയും നിങ്ങൾക്ക് സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ, thus we have speech sources, image sources and various other types of signal sources. Another possibility is this: a system may also be defined as a physical device that performs an operation on a signal. ഒരു സിഗ്നലിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളെയും നമുക്ക് സിസ്റ്റം എന്ന് വിളിക്കാം. എ വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ആംപ്ലിഫയർ. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തിട്ടുള്ളതാണ്. സോ ആംപ്ലിഫയർ ഈസ് എ സിസ്റ്റം. വാട്ട് ആംപ്ലിഫയർ ഡസ്? ഇറ്റ് ജസ്റ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ, or more precisely speaking, the amplitude of the signal is enhanced in an amplifier. Correct. Another example is a filter, which filters out undesired frequency components. There are different types of filters: low pass filter and high pass filter and band pass filter and അങ്ങനെ so many other filters are there. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുന്നത്? they are removing a part of the spectrum. Correct. വരുന്ന സിഗ്നലുകളിലെ ഫ്രീക്വൻസി അനുസരിച്ച് they just separate them, and in the output only a particular range of frequencies will be there. So അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? they are performing some operation on the signals. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നലിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുന്ന ആളെയും നമ്മൾക്ക് സിസ്റ്റം എന്ന് വിളിക്കാം. Now we have to broaden the definition of system to include physical devices as well as software realization of operations on the signal. അതായത് നമ്മൾ മുമ്പ് കണ്ട എക്സാമ്പിളുകളിൽ ഒരു ഫിസിക്കൽ സിസ്റ്റം, ഫിസിക്കൽ ആയിരുന്നു അല്ലേ നമ്മളുടെ സിസ്റ്റം, ഫിസിക്കൽ ഡിവൈസസ് ആയിരുന്നു, സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നതാണെങ്കിലും. പക്ഷേ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന ഏരിയയിൽ നമുക്ക് സിസ്റ്റത്തിൽ ഒരാളെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ദേ ആർ ബേസിക്കലി സോഫ്റ്റ്വെയർസ്. നിങ്ങൾക്കറിയാം എന്താണ് സോഫ്റ്റ്വെയർ എന്നൊക്കെ. ബേസിക്കലി ഇറ്റ്സ് എ പ്രോഗ്രാം. ഓക്കെ, സോ സിഗ്നലിൻ്റെ മുകളിൽ ഏതെങ്കിലും തരം ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് എഴുതുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓൾറൈറ്റ്, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്രോഗ്രാമും സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. സോ
ഇൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് നമ്മൾ സാധാരണ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത്? കറക്റ്റ്. ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് ഡിജിറ്റൽ ഹാർഡ്വെയർ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, പകരം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിനു വേണ്ടി കൊടുക്കും. പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിവൈസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കറക്റ്റ്. സോ വിൽ become familiar with these ideas during the course. Correct. അപ്പോൾ സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാമറയുമായി അസോസിയേറ്റ് ചെയ്തിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ക്യാമറയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നലുകളെ ഇമേജ് സിഗ്നലാക്കി മാറ്റുന്നത് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻസിന് ശേഷമാണ്. ഒരു സ്റ്റെപ്പ് ചെയ്തു, അടുത്ത സ്റ്റെപ്പ് ചെയ്തു, അടുത്ത സ്റ്റെപ്പ് ചെയ്തു, അങ്ങനെ കുറേ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഇമേജായി മാറുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് ഹാർഡ്വെയർ മാത്രമല്ല. ഇപ്പോൾ ആംപ്ലിഫയർ ആണെങ്കിൽ ഹാർഡ്വെയർ മാത്രമാണ് അല്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്ന ആംപ്ലിഫയറിൽ ദർ ഇസ് നോ ഇൻസ്ട്രക്ഷൻ. അത് ഹാർഡ്വെയർ ഓൺലി ഉള്ള സിസ്റ്റമാണ്. പക്ഷേ ഒരു കമ്പ്യൂട്ടറിലെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് സോഫ്റ്റ്വെയർ കൂടി ചേർത്തിട്ടാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറെ കൂടി നമ്മൾ സിസ്റ്റം എന്ന കാറ്റഗറിയിലേക്ക് കൂട്ടിച്ചേർത്തു. സോ വി broaden the definition of a system to include physical devices and software realization of operations on signals. അപ്പോൾ സിഗ്നലിൻ്റെ മേളിൽ നടത്തുന്ന ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അഥവാ പ്രോഗ്രാമുകൾ കൂടി സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷനാണ്. ഓൾറൈറ്റ്. For example, a digital computer can be programmed to perform digital filtering. You can program that to get to amplify the signal, or you can program the computer to perform operations like autocorrelation, etc., to find out the periodicity, to find the frequency, etc., etc. All right. Alternatively, the digital processing on the signal may be performed by digital hardware configured to perform the desired specified operations. All right. എന്ന് വെച്ചാൽ ചില കേസസിൽ നമുക്ക് ഹാർഡ്വെയർ മാത്രം വെച്ചുകൊണ്ടും ഡിജിറ്റൽ പ്രോസസ്സിംഗ് സാധ്യമാണ്. ഓക്കെ. ബൈ ഡിജിറ്റൽ ഹാർഡ്വെയർ കോൺഫിഗർഡ് ടു പെർഫോം ദ ഡിസൈഡ് സ്പെസിഫൈഡ് ഓപ്പറേഷൻസ്. ഇൻ സച്ച് എ റിയലൈസേഷൻ വി ഹാവ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് പെർഫോംസ് ദ സ്പെസിഫൈഡ് ഓപ്പറേഷൻ. അപ്പോൾ ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ മാത്രം പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഹാർഡ്വെയറുകളും അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഹാർഡ്വെയർ ഓൺലി ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റംസും അവൈലബിൾ ആണ്. All right. But in most of the cases, the digital systems may be programmed to perform a particular task or another particular task. All right. അപ്പോൾ അവിടെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ അസോസിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളെ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇൻ ബ്രോഡർ സെൻസ്, എ ഡിജിറ്റൽ സിസ്റ്റം can be implemented as a combination of digital hardware and software, each of which perform its own specified operations. ഓരോരുത്തർക്കും അവരവരുടെ ഓപ്പറേഷൻസ് ഉണ്ടാകും. അത് ചെയ്യുന്ന ഒരു ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കറക്റ്റ്. Now we'll deal with the signal processing. Processing ചെയ്യാന്ന് വെച്ചാൽ a very good example is amplification is a process. We are changing the amplitude. Modulation is another process. We are changing any one of the characteristics of the carrier wave in accordance with the message. Correct. For instance, if you are dealing with frequency modulation, you are slightly varying the frequencies according to the instantaneous value of the message. Correct. So these are some examples, familiar examples of processing a signal. So changing one or more properties of a signal, like in amplification or modulation, we are changing properties of the signal. Correct. Noku amplification we are varying or changing the amplitude. In frequency modulation we are changing the frequency of the carrier wave. Correct. So these are some examples in which we are changing one or more properties of a signal. Fine. Or synthesizing a signal. എങ്ങനെ സിഗ്നൽ സിന്തസൈസ് ചെയ്യാം? You might have familiar with softwares which can read PDF. അല്ലേ? ഇംഗ്ലീഷിലുള്ള ഒരു ഇ ബുക്ക് കിട്ടിയാൽ അത് വായിച്ചു തരുന്ന സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. സോ ഹൗ സ്പീച്ച് സിഗ്നൽസ് ആർ ജനറേറ്റഡ്? ഒരാൾ അവിടെ ഇരുന്ന് വായിക്കുകയല്ല,
പിന്നെയോ ഈ ടെക്സ്റ്റിനെ സ്പീച്ചായി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പീച്ച് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്. സോ യു ക്യാൻ കോൾ ദാറ്റ് ഓൾസോ ആസ് എ പ്രോസസ്സിംഗ്. ദാറ്റ് ഈസ് ഓൾസോ എ പ്രോസസ്. Synthesize is a process. Or it can be extracting information from a signal. Correct. ഒരു സിഗ്നലിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എക്സാമിനിങ് ECG. ഓക്കെ, ഒരു ഓട്ടോമൈസ്ഡ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് ദർ ഈസ് എനി വേരിയേഷൻ ഫ്രം ദ നോർമൽ ബിഹേവിയർ ഉണ്ടെങ്കിൽ ദാറ്റ് ഗിവ്സ് ദ ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുക. വേറെ എക്സാമ്പിളാണ് സ്പീച്ചിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സ്പീക്കർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ നിങ്ങളുടെ ശബ്ദം വെച്ചുകൊണ്ട് അൺലോക്ക് ചെയ്യാം അല്ലേ. ചില ഫീച്ചേഴ്സിനൊക്കെ അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ള വേറൊരാളാണ് ഈ അലക്സ പോലുള്ള ചില അസിസ്റ്റൻസുകളെ. അവരോട് നമ്മൾ പറഞ്ഞാൽ ദേ റെക്കഗ്നൈസ് ദ സ്പീച്ച്. അപ്പോൾ അതിൽ നിന്ന് ഇൻഫർമേഷൻ അവർ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, so a processing can be broadly divided into 3 areas. One is modifying one or more properties of a signal. Another area is synthesizing a new signal. All right, and another area is information extraction. So these are the broader classification of process. All right, അപ്പോൾ സിഗ്നൽ പ്രോസസ്സിംഗിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? We either change one or more properties of a signal, or we synthesize a signal, or we extract information from a signal. Okay, fingerprint identification is another example. They identify the owner of the device using the fingerprint. So all these are information extraction. അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഫിംഗർ പ്രിന്റ് നമ്മളുടെ തന്നെയാണോ എന്ന് തിരിച്ചറിയുക. So that extract that information. Fine. In general, the system is characterized by the type of operations that it perform on the signal. അപ്പോൾ സിഗ്നലിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിസ്റ്റത്തിനെ ക്യാരക്ടറൈസ് ചെയ്യാം. ഇഫ് ദ ഓപ്പറേഷൻ ഇസ് ലീനിയർ, യു മേ കോൾ ഇറ്റ് ആസ് ലീനിയർ, സിസ്റ്റം ഈസ് ലീനിയർ. If the operation of the signal is non-linear, you can call it as non-linear system, etc. So we will see all these things in the forthcoming sessions. So in this paper, we will be dealing primarily with the digital systems. Obviously, we will define what analog systems are. Okay, but still we are dealing primarily with the digital systems. Now we deal with the processing of signals by digital means, either in software or hardware. Okay, നമ്മൾ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഹാർഡ്വെയർ വെച്ചിട്ടോ സോഫ്റ്റ്വെയർ വെച്ചിട്ടോ ഓർ കോമ്പിനേഷൻ വെച്ചിട്ടോ ആയിരിക്കും. Obviously, the natural signals are analog. You know what analog signals are? Analog signals എന്ന് പറഞ്ഞാൽ continuous variation of any physical quantity. അതാണ് analog signal എന്ന് പറയുന്നത്. When I speak, the pressure at a point varies continuously, not discretely. Okay. When you consider an image, a video at a particular point, the intensities varies continuously. Okay, അപ്പോൾ കണ്ടിന്യൂസ് ആണ് എല്ലാ വേരിയേഷനുകളും. We call such signals as analog signals. Okay, since many of the signal, or simply speaking, all the natural signals are analog. അപ്പോൾ since many of the signals encountered in practice are analog, we also consider the problem of converting analog signal into digital for processing. അപ്പോൾ സിഗ്നൽസിനെ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് we convert them into digital. So we will see in detail the steps involved in converting a signal from analog to digital, what exactly analog signals are, what exactly digital signals are, what are the advantages, etc. etc. For the time being, you are familiar with what are digital signals and what are analog signals. Digital signals will be discrete in value. All right, the variation of the parameter will not be continuous, that will be discrete. That's a simple idea. So we have to convert, before processing, all the natural signals, since they are analog, into digital signals. Fine. As well as before we give the output, we have to convert that back to analog. So obviously we have to consider both A to D conversion as well as D to A conversion. Fine. The operations performed by such systems can usually be specified mathematically. So
നമുക്ക് മാത്തമാറ്റിക്കലി സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസിന് മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ ഫൈൻഡ് ഔട്ട് how many frequencies are there in a particular composite signal using the Fourier transform, transforming the signal from time domain to frequency domain. We can see what all frequencies are present. So that is basically a mathematical operation. Fine. And this mathematical operation, so അത്തരം ഓപ്പറേഷൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. You are already familiar with what an algorithm is or what a program is. I am not explaining that. There's a major topic in our study of digital signal processing is the discussion of efficient algorithm of performing such operations. Right? അപ്പോൾ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നത് പലപ്പോഴും എ സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് ബൈ റൈറ്റിംഗ് കോഡ്സ് ഓർ പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ്, ഡിജിറ്റൽ ഡിവൈസുകളെ പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഏറ്റവും നല്ല അൽഗോരിതങ്ങളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടി വരും. Okay, for instance, how you can find the frequency components in a composite signal. Obviously it is Fourier transform, but you know that we will see also that we are going to see that that is a complex operation and is a time consuming one. So we will think of a fast algorithm which can calculate the frequencies, or we can switch from time domain to frequency domain. അപ്പോൾ we will deal with certain algorithms which are very fast and efficient. Obviously that will also be included in the discussion. All right. Now, what are the basic elements of a digital signal processing system? DSP means digital signal processing system. Obviously we have to deal with natural signals, obviously analog in nature. That will be our input, no doubt. Now these signals are fed to an A to D converter before we do processing. Why? We have to convert these natural signals which are analog in nature to digital signals before we do the operation. And the output of such an A to D converter will be digital. And these are the input for digital signal processor. Right? Digital inputs are fed to the digital signal processor. Digital input signals are fed to the digital signal processor, right? What will be the output? Obviously the signal is digital in nature, so digital output signal we get, and this we have to give to the D2A converter, digital to analog converter. Why? Because all the natural signals are analog in nature. We can perceive only natural signals, and therefore all the output must be natural. That means analog, right? Okay, so we will convert that into analog output signal. So these are the basic elements of a signal. Basically they are A to D converter, digital signal processor, and D2A converter. Okay. Now what are the advantages of digital over analog signal processing? We have just seen that all the natural signals are analog in nature. Sound ayalum, light ayalum, electric field in a particular electromagnetic wave, all these things are analog in nature. Okay, all the variations are analog in nature, and we people are using only analog informations. Like when you listen to music, you are actually listening to the analog variation of pressure, right? So when you are watching a video, you are basically viewing an analog variation of intensities of all the three colors, red, green and blue. Fine. അപ്പോൾ ഔട്ട്പുട്ടിലും നമുക്ക് അനലോഗ് വേണം, ഇൻപുട്ടിലും നമുക്ക് അനലോഗേ ഉള്ളൂ. Then why you are converting to digital? Okay. Natural signals are analog in nature, but digital signals are better in most of the cases, not in every cases. There are instances where digital processing is not efficient. Okay, so you cannot say that digital signal processing is the ideal solution or ideal processing. No, obviously no. പക്ഷേ most of the cases-ilum നമുക്ക് digital processing ആണ് useful. Due to many reasons. There are several advantages of digital signals over analog signals. We will look into that. We will make a comparison. So we will first consider the property for an analog signal, then we will go to digital signal. So suppose you have a system and you have to reconfigure it.
For example, you have an amplifier, you have to convert that into a filter. For analog signals, this is not easy. നിങ്ങൾക്കറിയാം, ഒരു ആംപ്ലിഫയർ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. കറക്റ്റ്. എന്നാൽ ഫോർ എ ഡിജിറ്റൽ സിസ്റ്റം, ഫോർ എക്സാമ്പിൾ യൂസിങ് യുവർ കമ്പ്യൂട്ടർ, യു ജസ്റ്റ് ചേഞ്ച് യുവർ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. Just by changing the program, you can switch from amplifier to filter or filter to amplifier. Fine. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റീകോൺഫിഗറേഷൻ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഈസി. ഓൾറൈറ്റ്. another advantage is about the accuracy. So accuracy എന്ന് പറയുമ്പോൾ, ഒരു അനലോഗ് സിഗ്നലിൽ നിങ്ങൾക്ക് ആക്യുറസി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കമ്പോണൻറ്റിൻ്റെയും ടോളറൻസുകൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ടോളറൻസ് ഈസ് എ മേജർ കൺസേൺ ഇൻ ദ ആക്യുറസി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ് റെസിസ്റ്റേഴ്സിൻ്റെ ടോളറൻസ്. ഇപ്പോൾ ഒരു 10% ടോളറൻസ് ഇൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ആക്ച്വലി ചേഞ്ച് ദ റെസിസ്റ്റൻസ് കൺസിഡറബിളി. കറക്റ്റ്. ഇപ്പോൾ ഈ 10% കൂടുകയാണോ കുറയാണോ, 10% ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഡ്യൂ ടു ദീസ് റീസൺസ് നമുക്ക് ഈ ആക്യുറസി ഓഫ് ആൻ അനലോഗ് സർക്യൂട്ട് കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ആക്യുറസി ഡ്യൂ ടു ദ ടോളറൻസ് ഇൻ ദ അനലോഗ് സർക്യൂട്ട് കമ്പോണൻസ്. കറക്റ്റ്. നിങ്ങൾക്ക് പ്രിസൈസ് വാല്യൂസ് പോസിബിൾ അല്ല. ഫൈൻ. അപ്പോൾ അതുകൊണ്ട് ആക്യുറസിൻ്റെ കാര്യം, ആക്യുറസി കൺട്രോൾ in the designing is a challenging task. But as far as digital signal processing is concerned, it has got a better control over the requirements. നിങ്ങൾക്ക് accuracy വേണമെങ്കിൽ what and all you need is a large word length. നിങ്ങളൊരു particular നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായി എത്ര ഡിജിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോ യൂസിങ് എ ലോങ്ങർ വേർഡ് ലെങ്ത് എന്ന് വെച്ചാൽ കൂടുതൽ ബിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ you will have a better accuracy. അടുത്ത കൺസേൺ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. നമുക്ക് അനലോഗ് സിഗ്നലുകളെ സ്റ്റോർ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കംപ്ലീറ്റ് വേരിയേഷൻ, അനലോഗ് വേരിയേഷൻസിനെ അതേപടി കോപ്പി ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മളുടെ ഈ ഡിജിറ്റൽ സിഗ്നലുകളെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ ഡാറ്റകളുടെ സ്റ്റോറേജിനെ കുറിച്ചൊക്കെ നമ്മുടെ ഹാർഡ് ഡിസ്ക് പോലുള്ള സാധനങ്ങളിൽ നമ്മൾ മാഗ്നറ്റിക് ഡാറ്റ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ദർ ആർ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ആസ് വെൽ, അല്ലേ? മെമ്മറി കാർഡുകളെല്ലാം ഉണ്ട്, അതിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലുകളുടെ സ്റ്റോറേജും ഒക്കെ വളരെ എളുപ്പമാണ്. അനദർ കൺസേൺ ഈസ് അബൌട്ട് ദ ഇംപ്ലിമെൻറ്റേഷൻ. സോ ഇറ്റ്സ് റിയലി ഈസി ടു implement such processes. But ഇത് ഡിഫിക്കൽട്ട് ടു പ്രോസസ് ആണ്. ഈ ഇംപ്ലിമെൻറ്റേഷൻ, അനലോഗ് സിഗ്നലിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ പോലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് തരില്ല. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ അനലോഗ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇംപ്ലിമെൻറ്റേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് സോഫ്റ്റ്വെയർസ് ഇറ്റ് വിൽ ബി റിയലി ഈസി. So we'll just see how we can amplify, how we can filter, how you can perform some other operations which are very difficult in your lab, electronics lab. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ലാബിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്ന പല കാര്യങ്ങളെയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം യൂസിങ് എ കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു ഡിജിറ്റൽ ഹാർഡ്വെയറിനെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി ദ നെക്സ്റ്റ് കൺസേൺ ഈസ് അബൌട്ട് ദ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഡിജിറ്റൽ ഇംപ്ലിമെൻറ്റേഷനിലാണ് കോസ്റ്റ് കുറച്ച് ചീപ്പായിരിക്കുക. അതിന് കാരണം പലതാണ്. ഒന്ന്, ഡിജിറ്റൽ ഹാർഡ്വെയർ റിലേറ്റീവ്ലി ചീപ്പറാണ്. മാത്രമല്ല, ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആംപ്ലിഫയറിന് വേണ്ട അതേ ഹാർഡ്വെയർ മതി ഫിൽറ്ററിന് നടത്താം. അപ്പോൾ പല സാധനങ്ങളെയും നിങ്ങൾക്ക് ഒരു സെയിം ഹാർഡ്വെയർ കൊണ്ട് റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് this flexibility of modification as well as digital hardware is cheaper. So these two reasons make in many cases such systems cheaper for digital signal processing. On the other hand, for analog signal processing this will not be that cheap, കുറച്ചുകൂടി costly ആണ്.
So these are few advantages of digital over analog signal. Now we are familiar with already application. We use it for speech processing, we use for communication, speech signal transmission on telephones, image processing and transmission, then seismology and geography physics, oil exploration, detection of nuclear explosion, outer space exploration, etc., etc. Obviously there are limitations. One practical limitation is the speed of A to D converters and digital signal processors. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാവുന്നത് എ ടു ഡി കൺവേർട്ടറും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും റിയൽ ടൈം പ്രോസസ്സിങ്ങിൽ ഇൻ മെനി കേസസ് അല്ല, ഇൻ ഫ്യൂ കേസസ് റിയൽ ടൈം പ്രോസസ്സിങ്ങിന് വേണ്ട സ്പീഡ് നമുക്ക് ഈ ഡിജിറ്റൽ പ്രോസസ്സറിനെ ഉണ്ടാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സിഗ്നലിനെ എ ടു ഡി കൺവേർട്ടർ ആക്കണം, എന്നിട്ട് വേണം പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ റിയൽ ടൈം പ്രോസസ്സിങ് പലപ്പോഴും സ്ലോ ആവും. അപ്പോൾ റിയൽ ടൈം പ്രോസസ്സിങ് വേണ്ട സ്ഥലത്ത് ഇത് വലിയൊരു ചലഞ്ചാണ്. Okay, so signals having extremely wide bandwidth require fast sampling rate and A to D converters and fast digital signal processors. ഈ പോയിന്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും when we deal with the sampling theorem. Okay, hence there are analog signals with a large bandwidth for which a digital processing approach is beyond the state of art for digital hardware. അത് ഈ പല കാരണങ്ങൾ കൊണ്ടും നമ്മളിപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് വളരെ ഹ്യൂജ് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിയൽ ടൈം ആപ്ലിക്കേഷൻസിലൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാവും. താങ്ക് യു.